പ്രിൻസിപ്പൽമാരില്ലാതെ പ്രവർത്തനം താളം തെറ്റുന്നുണ്ട് സംസ്ഥാനത്തെ 66 സർക്കാർ കോളേജുകൾ. സർവകലാശാലകളിൽ VC-മാർ വരാത്തതിന്റെ കാരണം ഗവർണറാണെന്ന് പറയാം. എന്നാൽ സർക്കാർ കോളേജുകളിലോ 3 തവണയാണ് പ്രൊമോഷൻ പട്ടിക റദ്ദാക്കിയത്. 10 മാസം മുമ്പാണ് 4ാം പട്ടികയ്ക്ക് അപേക്ഷ ക്ഷണിച്ചത്. അധ്യാപക സംഘടനയുടെ സമ്മർദ്ദം മൂലമാണ് പട്ടിക നീളുന്നത് എന്നാണ് സൂചന. ഇടതനുകൂല അധ്യാപക സംഘടനയുടെ പ്രതിനിധികളാണ് താൽക്കാലിക പ്രിൻസിപ്പൽമാർ. VS രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. സർവകലാശാലകളുടെ കാര്യത്തിലാണെങ്കിൽ ഗവർണറാണ് ആ ബില്ല് വൈകിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് തടസ്സം. അത് നമുക്ക് മനസ്സിലാക്കാം. 13 സർവകലാശാലയിൽ 12 VC-മാരില്ലാത്തതിന്റെ ഉത്തരവാദിത്വം ഗവർണർക്കാണ്. പക്ഷേ കേരളത്തിലെ 66ഓളം വരുന്ന കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലാത്തതിന് ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? എന്താണ് സംഭവിക്കുന്നത്? പ്രിൻസിപ്പാൾമാരില്ലാത്തത് കൊണ്ട് കോളേജുകളുടെ വികസന പ്രവർത്തനത്തെ ബാധിക്കുകയല്ലേ VS രഞ്ജിത്ത്? ഡോക്ടർ തീർച്ചയായും 2018 മുതൽ കേരളത്തിലെ 66 സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. പകരം പ്രിൻസിപ്പൽമാരുടെ ചുമതല, താൽക്കാലിക ചുമതല കൊടുക്കുന്നവരാണുള്ളത്. ഈ താൽക്കാലിക ചുമതല കൊടുക്കുന്നവർക്ക് അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തം നിർവഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ അവർക്ക് ഇടപെടാനുള്ള പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ കോളേജ് പ്രിൻസിപ്പൽമാരായിട്ടുള്ള പ്രൊമോഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ഇതിന് തൊട്ടു മുകളിലുള്ള ചുമതല എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പൽമാർക്ക് 3 ഘട്ടങ്ങളിൽ പ്രിൻസിപ്പൽമാർക്ക് പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. ആദ്യ ഘട്ടങ്ങളിൽ സാധാരണ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരാകും. പിന്നീട് സ്പെഷ്യൽ ഗ്രേഡ് കോളേജുകൾ, ഇപ്പോൾ നമ്മുടെ മഹാരാജാസ് പോലെ, വിക്ടോറിയ പോലെയുള്ള കോളേജുകളിൽ പ്രിൻസിപ്പൽമാരാകും. അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടർ എന്നൊരു പോസ്റ്റ് ഉണ്ട്. ഈ ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റിലേക്കും ഇപ്പോൾ പ്രൊമോഷൻ നടക്കുന്നില്ല. അത് കാരണം ഈ പ്രിൻസിപ്പൽമാരായ ആരും പ്രൊമോട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ്. ഈ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് വലിയ ചുമതലകളുണ്ട്. അവർ സർക്കാർ കോളേജുകൾ മാത്രം നോക്കിയാൽ പോരാ. അവർക്ക് കീഴിലുള്ള എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ ശമ്പളം മുതൽ പ്രൊമോഷൻ മുതൽ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഡെപ്യൂട്ടി ഡയറക്ടർമാരാണ്. എന്ന് പറഞ്ഞാൽ സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലാത്തതിൻ്റെ ബാധ്യത അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം അത് എയ്ഡഡ് കോളേജുകളും അനുഭവിക്കേണ്ടി വരുന്നു, ട്രെയിനിങ് കോളേജുകൾ അനുഭവിക്കേണ്ടി വരുന്നു, ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജുകൾ ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഡെപ്യൂട്ടി ഡയറക്ടർമാരാണ് ഈ കോളേജുകളുടെ മുഴുവൻ ചുമതലയും വഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നാഥനില്ലാ കളരിയായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ആദ്യമായി 2018 ഒരു പ്രൊമോഷൻ പട്ടിക ഉണ്ടാക്കി. ആ പട്ടികയ്ക്കെതിരെ ചിലർ കോടതി സമീപിച്ചപ്പോൾ രണ്ടാമതൊരു പട്ടിക ഉണ്ടാക്കി. ആ രണ്ടാമത്തെ പട്ടികയ്ക്കെതിരെ ആദ്യത്തെ പട്ടികക്കാർ കോടതിയിൽ പോയി. അപ്പോൾ ഈ 2 പട്ടികയും റദ്ദാക്കി 3ാമതൊരു പട്ടിക ഉണ്ടാക്കി. അതിനെതിരെ മറ്റ് 2 പട്ടികക്കാർ കോടതിയിൽ പോയി. ഈ 3ാമത്തെ പട്ടികയും 3 പട്ടികയും റദ്ദാക്കി ഞങ്ങൾ 4ാമതൊരു പട്ടിക ഉണ്ടാക്കുകയാണെന്ന് സർക്കാർ കോടതി അറിയിച്ചു. ആ 4ാമത്തെ പട്ടിക ഉണ്ടാക്കാൻ അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ട് 10 മാസമായി ഇതുവരെ ആ പട്ടിക വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ കാരണമായി പറയുന്നത് സർക്കാർ അനുകൂലമായിട്ടുള്ള ഇടതനുകൂല സംഘടനയാണ് കോളേജ് അധ്യാപകരിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളവർ. ഈ ഇടതനുകൂല സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരോ അവരുടെ അനുഭാവികളോ ആണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഇൻചാർജുമാരായിരിക്കുന്നത്. ഇവർക്ക് ആർക്കും തന്നെ പ്രിൻസിപ്പൾ ആവാനുള്ള യോഗ്യതയില്ല. പ്രിൻസിപ്പൾ ആവാൻ നിശ്ചിതമായ യോഗ്യത വേണം. ഇവരുടെ 10 പ്രബന്ധങ്ങൾ, ഇവരുടെ എക്സ്പീരിയൻസ് തുടങ്ങിയ ആളുകൾ വേണം. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവ പരിചയം ഉൾപ്പെടെയുള്ള യോഗ്യതകൾ ഇല്ലാത്തവരാണ് ഈ ഇൻചാർജുമാരായി ഇരിക്കുന്നവരെന്നുള്ളതും അവരൊക്കെ തന്നെ ഇടതനുകൂല സംഘടനകളുടെ ആളുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഘടനയുടെ സമ്മർദ്ദമാണ് ഇത്തരത്തിലൊരു 4ാമത്തെ പട്ടിക പ്രസിദ്ധീകരിക്കാനും 2018 മുതൽ പ്രൊമോഷൻ ഇല്ലാതിരിക്കാനും ഒക്കെ കാരണമായി പറയപ്പെടുന്നത്. അല്ലാത്തൊരു കാരണവും ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ ചെയ്യാത്തതിന്റെ കാരണം ഇതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഗുരുതരമായ വിഷയമാണ്. സർക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. കാരണം നമ്മുടെ സർവകലാശാലകൾക്ക് പോലെ തന്നെ കോളേജുകൾക്ക് വികസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രിൻസിപ്പൽമാർ വേണമെന്നേ. സ്ഥിരം പ്രിൻസിപ്പൽമാരില്ലാത്ത താൽക്കാലിക പ്രിൻസിപ്പൽമാരെ കൊണ്ട് ആ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അതൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാക്കും എന്നുള്ളത് സർക്കാർ തിരിച്ചറിയുക. എത്രയും പെട്ടെന്ന് കോളേജുകളിലേക്കുള്ള സ്ഥിര നിയമനം നടത്തുക പ്രിൻസിപ്പൽമാരുടെ കാര്യത്തിൽ.